പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇന്ന് ചിരിക്കുന്നതെന്ന്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കമൻറ്റ് ചെയ്യുകയുണ്ടായി. ഇവിടെ മല്ലപ്പള്ളി ദേശത്ത് താമസിക്കുന്ന സരിത. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്, ഒന്നും ചിരിക്കുന്നില്ല, ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് മറുപടി പറഞ്ഞു, മോളെ, സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് എന്ന്. പക്ഷേ എങ്കിൽ തന്നെയും ഞാനും പിന്നെ ശ്രദ്ധിക്കുകയുണ്ടായി, ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇത്ര സീരിയസ് ആണ്, പിന്നെ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത് എന്ന്. പൊതുവേ ഞാൻ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഒച്ചയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെ കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ചിരിക്കാഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, ഒരു ആവശ്യമില്ലാതെ വെറുതെ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വട്ടാണെന്ന് ആരെങ്കിലും കരുതും, പ്രത്യേകിച്ച് സീരിയസ് ടോപ്പിക്ക് പറയുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോസ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികമായില്ല, റീസെൻ്റാണ് ഇങ്ങനൊരു പരിപാടി തുടങ്ങിയത്. ഇത് തന്നെയും എനിക്കൊരു നേരം പോക്ക് എന്ന നിലയിൽ മാത്രമാണ്. എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നു, ഞാൻ ഒരുപാട് റിലാക്സ്ഡ് ആകുന്നു. ആകെ കൂടെ ചെറിയൊരു ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആരും 200 വർഷം വരെയൊന്നും ജീവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജീവിച്ചിട്ടുള്ള ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും 200 വർഷം ജീവിക്കുമോ എന്നും അറിയില്ല. എന്താണേലും ഈ ചെറിയ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് വലിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്ന് തന്നെയല്ല. ഇത് വീടുകളിൽ ഒതുങ്ങപ്പെടുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും അവർക്ക് നേരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. എപ്പോഴും തിരക്കായിരിക്കും, ഓരോ കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കും. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആകാൻ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കലാപരിപാടി ചെയ്യുന്നത് ഒരു ഒരു മാർഗമാണ്. പലർക്കും പല രീതിയിലാണ് അവർ ഒന്ന് റിലാക്സ് ആവാൻ മാർഗങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും മറ്റുള്ളവരെ ദ്രോഹിക്കാത്തതും മറ്റുള്ളവരെ മാനസികമായോ ശാരീരികമായോ ഹേർട്ട് ചെയ്യാത്തതുമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. അപ്പം എനിക്ക് സജഷൻ പറഞ്ഞു തന്ന സരിതയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഇനി ഞാൻ ചിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.